ഹലോ ഓൾ, എല്ലാവരും നമ്മുടെ പ്രിയങ്കരനായ CK വിനീതിന്റെ പുതിയ സ്റ്റേറ്റ്മെന്റ് വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സാള് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുള്ളി പറയുന്ന കാര്യങ്ങൾ എന്താ പറയാ, പുള്ളി പറയുന്ന കാര്യങ്ങൾ നമുക്ക് എടുക്കാമായിരുന്നു. ഇപ്പോഴല്ല, കുറെ നാൾ മുമ്പായിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജ് ഒക്കെ വിട്ട് ഒരുപാട് മുന്നിലേക്ക് വന്നിരിക്കുന്നു ഫാൻസ്. സോ അതുകൊണ്ടിട്ടാണ് ഇത് തമ്മിൽ കണക്റ്റ് ആവാത്തത്. സോ ഈ ഒരു ആ ഒരു സ്റ്റേജിലല്ല ഇപ്പോൾ നമ്മുടെ ഓരോ ഫാൻസ് വിങ്ങുകളും ഉള്ളത്. ലോയലിറ്റി എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്ന സാധനം തന്നെയാണ്. സോ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ലോയൽ ഫാൻസ് ആയതുകൊണ്ട് മാത്രമാണ് മാനേജ്മെന്റിനെതിരെ ഇത്രയും ശക്തമായിട്ട് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞു കഴിഞ്ഞു മാനേജ്മെന്റ് എന്താണ് ഫാൻസിനോട് ചെയ്തതെന്ന്. അതിപ്പോൾ മഞ്ഞപ്പടയോടോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയോടോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കോർണറിനോടോ മാത്രമല്ല, വീട്ടിലിരുന്ന് കളി കാണുന്ന ആരാധകരുണ്ട്, ഹാർഡ് കോർ ഫാൻസ് ഉണ്ട്. അവരോട് പോലും നമ്മുടെ മാനേജ്മെന്റ് കാണിച്ചിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള ചൂഷണം തന്നെയാണ്. നമ്മളെ പറ്റിക്കുകയായിരുന്നു, പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. സോ അപ്പൊ അതിനെതിരെയാണ് ഈ ഫാൻസ് വിങ്ങുകൾ പ്രതികരിച്ചിരിക്കുന്നത്, ബോയ്ക്കോട്ട് ചെയ്തിരിക്കുന്നത്. CK പറയുന്നത് പോലെ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഒരുപാട് വഴികൾ വേറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ആ വഴികളൊക്കെ ഓൾറെഡി നമ്മൾ പരീക്ഷിച്ച് നമ്മൾ ഫെയിൽ ആയതാണ്. സോ അവസാനമാണ് നമ്മൾ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന നമ്മളെന്ന് ഞാൻ പറയുന്നത് ഈ ഫാൻസ് ബേസിലാണ് കേട്ടോ. ഫാൻസ് ഞാൻ ഈ പറയുന്ന മഞ്ഞപ്പടയിലോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയിലോ ബ്ലാസ്റ്റേഴ്സ് കോർണറിലോ ഒന്നും മെമ്പർഷിപ്പ് എന്നുള്ള ആളൊന്നും അല്ല. ഞാൻ സാധാരണ ഒരു ഫാൻ. എല്ലാ മത്സരങ്ങളും ഈസ്റ്റ് ഗ്യാലറിയിൽ പോയിരുന്ന് കാണുന്നു എന്നേ ഉള്ളൂ. ആ ഒരു സാധാരണ ഫാനാണ്. ഇപ്പോൾ വിനീതേട്ടൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു, മാനേജ്മെന്റിന് വേണ്ടിയിട്ട് PR ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് കഴിഞ്ഞ ദിവസം 2K ഫോളോവേഴ്സ് ഉള്ള എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചായിരുന്നു മഞ്ഞപ്പട എത്ര രൂപ തരുന്നുണ്ടെന്ന്. അപ്പൊ പിന്നെ വിനീതന്റെ കാര്യത്തിൽ നമുക്ക് പറയണ്ട. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ CK ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് അങ്ങനെ ചോദിച്ചു പോകും. അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ മുഹമ്മദ് റാഫിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കി വായിക്കുന്നത് പോലെ തോന്നുകയും ചെയ്തായിരുന്നു. അപ്പൊ അത് ആരുടെയും കുറ്റമല്ല. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ ഇപ്പം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് CK പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ. ഇപ്പം കളി ജയിച്ചു തുടങ്ങിയിരിക്കുന്നു, മാനേജ്മെന്റ് കുറെ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നു, എന്നിട്ടും ബോയ്ക്കോട്ട് അനൗൺസ് ചെയ്തു. എന്തുകൊണ്ട് ഇപ്പൊ കളിയൊക്കെ ജയിക്കുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല? സോ നമ്മൾ ജയമോ തോൽവിയോ കപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളോട് ഇത്രയും നാൾ കാണിച്ച വഞ്ചന, നമ്മളോട് കാണിച്ച ക്രൂരത, നമ്മളോട് കാണിച്ച ചൂഷണം, നമ്മുടെ ലോയലിറ്റിയെ ചൂഷണം ചെയ്തിരിക്കുന്നു. അപ്പൊ അത് ചെറിയ ഒരു കാര്യത്തിന്റെ പേരിലല്ലേ, കളി ജയിക്കാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ കപ്പടിക്കാത്തതിന്റെ പേരിലോ അല്ല. എന്തുകൊണ്ട് കളി ജയിക്കുന്നില്ല, എന്തുകൊണ്ട് കപ്പടിക്കുന്നില്ല എന്നുള്ളതാണ്. സോ നമുക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ ടാലൻസുകൾ ഇല്ലാഞ്ഞിട്ടോ ഒന്നല്ല. നമ്മുടെ മാനേജ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടീമിനെ ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവാനാശാൻ വന്ന ഫസ്റ്റ് സീസണിൽ നമ്മൾ ഫൈനൽ കളിച്ചു. സോ ആ ടീമിനെ എന്തുകൊണ്ട് ഇവർ നിലനിർത്തിയില്ല? മിസ്റ്റേക്ക് ആണ്. ആ ടീമിനെ ഇവർ നിലനിർത്തിയിട്ടില്ല. ആ ടീമിനെ തന്നെ അവർ നിലനിർത്തിയിരുന്നെങ്കിൽ കുറച്ച് വർഷങ്ങൾ സ്ഥിരമായി കുറച്ച് പ്ലെയേഴ്സ് ഒരു ടീമിൽ കളിക്കുകയാണെങ്കിൽ ആ പ്ലെയേഴ്സിന് ആ ടീമിനോട് ഉണ്ടാകാൻ പോകുന്ന കമ്മിറ്റ്മെന്റിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഓരോ പ്ലെയേഴ്സിനും അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ്. വെറുതെ ഓരോ വർഷം ഓരോ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുകയാണെങ്കിൽ പ്ലെയേഴ്സിന് എങ്ങനെയാണ് ഒരു ടീമിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നത്? അപ്പോൾ വന്നിട്ടുള്ള ഏതെങ്കിലും പ്ലെയേഴ്സിന് നമ്മുടെ ടീമിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ ആരാധക കൂട്ടത്തെ കണ്ടിട്ട് തന്നെയാണ്, അവരോടുള്ള സ്നേഹത്തിന്റെയാണ്, അവർ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ആണ് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഓരോ പ്ലെയേഴ്സും നമ്മുടെ ഇവിടുന്ന് പോയ ഓരോ മാനേജർമാരും ഒക്കെ വന്നിപ്പോ സംസാരിക്കുന്നുണ്ട്, സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഈ പറയുന്ന സഹലിനെ അവര് കാശിന് വിറ്റതാണ്, അമൈനെ വിറ്റതാണ്, അസർ, ഐമൻ ഇവരെയൊക്കെ വിറ്റതാണ്. എന്തിന്? സാക്ഷാൽ CK തന്നെ അവർ വിറ്റതാണ്. അങ്ങനെ ഓരോ ആളുകളെയും അവർ വിറ്റ് ക്യാഷ് ആക്കുകയായിരുന്നു. നമ്മളോട് വന്നിട്ട് കള്ളം പറയുന്നു. സോ നമ്മുടെ അടുത്ത് കള്ളം മാത്രം. ഇവരെയൊക്കെ എത്ര രൂപയ്ക്കാണ് വിറ്റത്, അല്ലെ എത്ര രൂപ ലാഭം കിട്ടി, ഇതൊന്നും നമുക്കറിയില്ല. ഇവർ പറയുന്നത് മാത്രമല്ലേ നമുക്കറിയൂ. പക്ഷെ അങ്ങനെയൊന്നല്ല. ഇവർക്ക് എന്തായാലും ലാഭം ഇല്ലാതെ ഇവരിങ്ങനെ ടീമിനെ പൊട്ടിച്ച് കളയത്തില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇവർ പൊട്ടിച്ചിട്ട് ഒരു പെർഫെക്റ്റ് ടീമിനെ ബിൽഡ് ചെയ്യണം. അത് ഇതുവരെ അവർക്ക് പറ്റിയിട്ടില്ല. ഇപ്പൊ ഇവാൻ ആശാനെ പോലും അവർ വിട്ടിട്ട് പകരം നല്ലൊരു കോച്ചിനെ കൊണ്ടുപോയില്ല, പറ്റിയിട്ടില്ല. സോ ഇപ്പോഴാണ് ആഷ്ലിൻ വെസ്റ്റ്വുഡിനെ പോലെ ഒരു കോച്ചിനെ കൊണ്ടുവരുന്നത്. സോ നമ്മൾ റെലഗേറ്റ് ആവും എന്ന് ഉറപ്പായപ്പോൾ, അതിന് മുമ്പ് വരെ പറഞ്ഞിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് പറഞ്ഞിരുന്നത് ഡൽഹി സ്പോർട്ടിംഗ് സിറ്റി ഡൽഹി ആയിട്ട് നമ്മൾ ജയിക്കും, മുഹമ്മദിൻസ് ആയിട്ട് നമ്മൾ ജയിക്കും. അതേപോലെ പിന്നെ പറഞ്ഞിരുന്ന ഒരു ടീം എന്ന് പറയുന്നത് ഒഡീഷയായിട്ട് നമ്മൾ ജയിക്കും. ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സ്പോർട്ടിംഗ് ഡൽഹി ആയിട്ടും നമ്മൾ തോറ്റപ്പോഴത്തേക്കാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത്. നമ്മൾ റെലഗേറ്റ് ആകുന്ന കാര്യം ഉറപ്പായപ്പോഴാണ് ഇവർ പെട്ടെന്ന് നാഷണൽ വെസ്റ്റ്വുഡിനെ സൈൻ ചെയ്യുന്നതും കാറ്റലാനെ പറഞ്ഞുവിടുന്നതും ഫ്രാഞ്ചുവിനെയും കരീമിനെയും ഒക്കെ കൊണ്ടുവരുന്നതും ഒക്കെ. അപ്പോൾ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് ഇവർ പണിയെടുത്തു എന്നുള്ളതാണ്.
സോ പിന്നെ ഈ അബിക്കിന്റെ കേസായാലും അല്ലെങ്കിൽ കരോളിനസിന്റെ കേസായാലും സോ അവരിനി എത്ര പണിയെടുത്താലും എനിക്ക് തോന്നുന്നില്ല ഫാൻസുമായിട്ട് അവര് മെന്റലി ഒത്തുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവരെ അത്ര കണ്ട് ഫാൻസ് വെറുത്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഫാൻസിനോട് യാതൊരു രീതിയിലുമുള്ള കമ്മിറ്റ്മെന്റ് കാണിക്കാത്ത അല്ലെങ്കിൽ യാതൊരു രീതിയിലുമുള്ള സ്നേഹം. സോ ഫാൻസ് എന്ത് പറഞ്ഞാലും നമ്മുടെ ഫാൻസ് ആണ്, സോ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് പകരം അവര് ഫാൻസ് ആണ്, ഞങ്ങളുടെ അടിമകളാണ് എന്നുള്ള രീതിയിൽ അവർ പെരുമാറുന്നത്. അവരെന്തെങ്കിലും അവിടെ കിടന്ന് കാണിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഫാൻസിനോട് ഇതുവരെ അവർ പെരുമാറിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പെരുമാറുന്ന രണ്ടുപേരെ ഫാൻസ് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ആരാധക കൂട്ടത്തെ സംബന്ധിച്ചിട്ട് അറിയാലോ, സ്നേഹിക്കുന്നവരെ തിരിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവാൻ വിക്കോമനോവിച്ച് എന്ന നമ്മുടെ ആശാൻ. ആൾ ആ ഗ്യാലറിയിൽ നോക്കി കരഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ആള് നമ്മുടെ കടുങ്കാപ്പി സോങ് അത് ഗ്യാലറി മുഴുവൻ പുള്ളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒന്നിച്ച് പാടിയപ്പോൾ ആള് ശരിക്കും കരഞ്ഞു. ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ അങ്ങനെ എത്രയോ പ്ലേയേഴ്സ് ഇവിടെ വന്നിട്ടുള്ള പല പ്ലേയേഴ്സിനും ഇവിടുന്ന് പോകണം എന്ന് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെയൊക്കെ പറഞ്ഞു വിടുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പല പ്ലേയേഴ്സും ഇവിടുന്ന് വന്ന് അങ്ങനെ എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ എന്നിട്ടുള്ള അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ വളരെ കുറവാണ്. കാരണം അത്ര കണ്ട് ആരാധകർ ഓരോ പ്ലേയേഴ്സിനും സ്നേഹം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അബിക്കിനും കരോളിനസിനും അത് കിട്ടുന്നില്ല എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മതി. അവരിങ്ങോട്ട് തരുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം CK വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മൾ നേരത്തെ വിട്ട കാര്യങ്ങളാണ്. സോ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഒന്നുമില്ല, ബോയ്ക്കോട്ട് എന്തിനു ചെയ്തു? എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയാലോ, ഞാൻ ആദ്യം മുതലേ ബ്ലാസ്റ്റേഴ്സിന്റെ അതായത് മഞ്ഞപ്പടയെ ഞാൻ വിമർശിച്ചുകൊണ്ടിരുന്ന, കാരണം മഞ്ഞപ്പടയുടെ പ്രതിഷേധങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെയല്ല പ്രതിഷേധിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ്. വെറുതെ ഗ്യാലറിയിൽ വന്ന് ഉപ്പ് സത്യാഗ്രഹം കളിച്ചിരുന്നിട്ട് കാര്യമില്ല, വെറുതെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ അനങ്ങി പ്രവർത്തിക്കണം. ഇപ്പൊ ഈ പറഞ്ഞ ബോയ്ക്കോട്ട് പോലും അല്ല, ബോയ്ക്കോട്ട് അല്ല ഇപ്പൊ ചെയ്യേണ്ടത്. ബോയ്ക്കോട്ടിനപ്പുറം നമ്മൾ പ്ലക്കാർഡും മറ്റേ ബാനറും ഒക്കെ ആയിട്ട് റോഡിൽ ഇറങ്ങി സമരം ചെയ്യണം. ലെസസ്റ്ററിന്റെ ഫാൻസ് ചെയ്യുന്നത് കണ്ടില്ലേ, ചെൽസിയുടെ ചെയ്യുന്നത് കണ്ടില്ലേ? ചെൽസിയുടെ തന്നെ നോക്കണം, ചെറിയ കുറച്ച് മിസ്റ്റേക്കിനാണ് അവർ അവിടെ വലിയ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പ് അവരടിച്ചായിരുന്നു, അതിന് മുമ്പുണ്ടായിരുന്ന കോൺഫറൻസ് ലീഗ് അവരടിച്ചായിരുന്നു. അങ്ങനെ പലതും അടിച്ചിട്ടും അവര് മാനേജ്മെന്റിന്റെ പ്രോബ്ലം അവർ കണ്ടെത്തി അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ 11 വർഷമായിട്ട് ഇവരെ സഹിച്ചു, ഇനിയും നമുക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്രതിഷേധിക്കും. നമ്മൾ ടീമിനെതിരെ അല്ല പ്രതിഷേധിക്കുന്നത്, ഒരു പ്ലെയറിനെതിരെ പോലും അല്ല പ്രതിഷേധിക്കുന്നത്, നമ്മൾ പ്രതിഷേധിക്കുന്നത് മാനേജ്മെന്റിനെതിരെയാണ്. അപ്പോൾ ഈസ്റ്റ് ഗാലറി നമ്മൾ സ്തംഭിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈസ്റ്റ് ഗാലറി എന്ന് പറയുമ്പോൾ മഞ്ഞപ്പടയുടെ അണ്ടറിലുള്ള ഗാലറി തന്നെയാണ്. അതിനിപ്പം എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാലും, ഞാൻ അവിടെ കാശ് കൊടുത്താൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പോലും സോ ഈസ്റ്റ് ഗാലറി കൺട്രോൾ ചെയ്യുന്നത് മഞ്ഞപ്പടയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അംബാനി ടിക്കറ്റ് എടുത്ത് അവിടെ വന്നിരുന്നാലും പുള്ളിയും അവിടുത്തെ ചാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് മഞ്ഞപ്പട തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡിലെ ചാൻഡിങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന പോലെ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധത്തിലാണ്, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞപ്പടയെ മാത്രമല്ല, വീട്ടിലിരുന്ന് TV-യിൽ കളി കാണുന്ന ഒരു ആരാധകനെ പോലും നമ്മുടെ മാനേജ്മെന്റ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിനെതിരെ നമ്മൾ പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചില ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്, അതൊക്കെ അംഗീകരിക്കുന്നത് വരെ നമ്മൾ ഈ പ്രതിഷേധം തുടരും, ചാൻഡിങ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ആ സ്റ്റാൻഡിൽ വന്ന്, ആ ഈസ്റ്റ് ഗാലറിയിൽ വന്ന് കയറി നിന്നുകൊണ്ട് എല്ലാവരോടും ചാൻഡ് എന്ന് പറയുന്നത് മഞ്ഞപ്പടയോടുള്ള ഏറ്റവും വലിയൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡിസ്റെസ്പെക്റ്റ് തന്നെയാണത്. അതോ ഇനിയിപ്പം മഞ്ഞപ്പട ആയതുകൊണ്ട്, ഒരു ഫാൻസ് വിങ് ആയതുകൊണ്ട് അവരോട് എന്തും കാണിക്കാമെന്നാണോ? അവരെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണോ? നമ്മൾ ഈ കാണുന്ന ഫാൻസിനെ, നമ്മൾ അവിടെ കളി കാണാൻ വരുന്ന ഓരോരുത്തരെയും ഒരു പ്രൊഫഷണൽ ടൈപ്പ് ഓഫ് ചാൻഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഒരു വേൾഡ് ഫുട്ബോളിലൊക്കെ കാണുന്ന പോലത്തെ ചാൻഡിങ്ങിലേക്കും ആ ഒരു ക്വാളിറ്റിയിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് ഏറ്റവും വലിയ എഫേർട്ട് എടുത്തത് മഞ്ഞപ്പട തന്നെയാണ്. മഞ്ഞപ്പട എടുത്ത എഫേർട്ട് ഒന്നും ചെറുതൊന്നും അല്ല. ഈ ഫാൻസ് വിങ്ങുകളെ അല്ലെങ്കിൽ ആരാധകരെ ആ സ്റ്റാൻഡ് അങ്ങനെ ആക്കിയെടുക്കാൻ മഞ്ഞപ്പട എടുത്ത എഫേർട്ട് ചെറുതൊന്നും അല്ല. അപ്പൊ അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട സാധനമാണ്. അപ്പോൾ അവര് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. സോ അത് മനസ്സിലാക്കേണ്ടതും അല്ലെ അതിനെ റെസ്പെക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ളത് സാമാന്യം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ ഇതാണ് മുമ്പും പറഞ്ഞിരുന്നത്. സോ പ്രൊട്ടസ്റ്റ് തുടരട്ടെ. മഞ്ഞപ്പട പറഞ്ഞിട്ടുള്ള പോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മാനേജ്മെന്റ് മുന്നോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും മഞ്ഞപ്പട അവിടെ ഉണ്ടാവും. മഞ്ഞപ്പട വരും, മഞ്ഞപ്പട വന്നിരിക്കും. മഞ്ഞപ്പട ടീമിനെ ഇട്ടിട്ടെങ്കിലും പോകുന്നൊന്നുമില്ല. താങ്ക് യു.